ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് പരിചരണങ്ങളാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് നമ്മളൊരു ഫുഡായിട്ട് കൊടുക്കാറുള്ളത് ഈ ലിക്വിഡ് ടോണിക്കാണ്, ലിക്വിഡ് ഫുഡ്. ഇതിൻ്റെ പേര് ത്രൈവ് എന്നാണ്. ഇത് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ ഷോപ്പിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സുമായിട്ട് മാച്ചാകുന്ന ഒരു ലിക്വിഡ് ഫുഡ് നോക്കുക, അങ്ങനെ എടുക്കുന്നതാണ്. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഒരു 2 കപ്പ് ഫുഡ് ലിക്വിഡ് ഞാൻ ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഇതാണ് ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാറ്. പിന്നെ ഒരു സമ്മർ തീരാറാകുമ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ ശല്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നമ്മുടെ മിന്ത് പോലത്തെ നറ്റ്, ചെറിയൊരു ഈച്ച. അപ്പോൾ അതിനാണ് ഈ നെറ്റ് ബാരിയർ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുവാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും ഇത് അച്ചടിച്ചടിക്കകത്ത് മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനുമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഈച്ച ശല്യം വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ മേളിലിടുന്നതാണ്. അപ്പോൾ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് സംഭവം ഓക്കെ, നമുക്ക് ഇത് തന്നെയാണ്. അങ്ങനെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സമ്മർ ആകുമ്പോഴത്തേക്കിനും നമ്മൾ പുറത്തെ പ്ലാന്റ്സിനാണല്ലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ വന്നിട്ട് ഇൻഡോർ പ്ലാന്റ്സ് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാര്യം പുറത്ത് നമുക്ക് ഓടി നടന്ന് ജോലി ചെയ്യാമല്ലോ, അപ്പോൾ അത് നോക്കും. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ജീവനൊക്കെ അത്ര അങ്ങോട്ട്, നമ്മുടെ പ്രയർ പ്ലാന്റും ഒന്നും അത്ര ഒരു ശക്തിയില്ല. എല്ലാവരും ഒരു ഇച്ചിരി ക്ഷീണിതരാണ്. പക്ഷേ ഇനിയും നമ്മൾ സമ്മർ തീരുവായതുകൊണ്ട് ഇനിയത്തെ ശ്രദ്ധ മൊത്തം ഇവരെയാണ്. കാര്യം നമുക്കിനി ഇവരെ ഉള്ളൂ നമ്മുടെ ഒരു ടൈം പാസിന്. അപ്പോൾ ഇനി ഇവരെ ഇനി നമ്മൾ നന്നായിട്ട് നോക്കണം. കാര്യം ഇതിനെയൊന്നും ഈ സൈഡിലോട്ടേ നോക്കുന്നില്ലായിരുന്നു, ഇത് ഒറ്റയ്ക്കിരിക്കുവായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഇതാണേലും കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ താഴെ വരെ നീണ്ട് നല്ല ഭംഗിക്ക് കിടന്നതാണ്. അപ്പോൾ അത്രയൊന്നും നോട്ടമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഈവൻ ലക്കി ബാമ്പുവിനെ പോലും ഉണങ്ങിയിരിക്കും, അതിനകത്തൊന്നും വെള്ളമേ ഇല്ല. പിന്നെ ഇവരെയൊക്കെ ട്രൈവ് ഒന്ന് ആഡ് ചെയ്ത വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ മോൺസ്റ്റേറായോ എല്ലാവരും കുറച്ച് ക്ഷീണിതരാണേ. പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്മസ് ടൈമിൽ നമ്മൾ ഇതേലൊക്കെ മോൻ കൊണ്ടുവന്ന് ലൈറ്റ് ഇട്ടു. എന്നിട്ട് ഇടുന്നതൊക്കെ വളരെ സൂക്ഷിച്ചായിരുന്നു. പക്ഷേ എടുത്തപ്പം അതും കുറച്ച് അപ്പം കെയർലെസ് ആയപ്പം ഈ ചെടികൾക്കൊക്കെ എല്ലാത്തിലും മോൻക്കെടുത്ത് ലൈറ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് എല്ലാവർക്കും നോക്കി, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാം നല്ല എന്താ പറയുക, നല്ല ഒരു സ്ട്രെങ്തിൽ നിന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഇച്ചിരി ഒരു വട്ടമുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതിനെല്ലാവർക്കും ഞാനിത് ഇട്ട് കൊടുത്തു. നെറ്റ് ബാരിയറൊക്കെ ഇട്ടു, ത്രൈവ് ഒഴിച്ചു. അപ്പോൾ ഇനിയും സ്പ്രേയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇവരെ ഒരാഴ്ച കഴിയുമ്പോൾ കാണിക്കാം. ഈ ഷേപ്പൊക്കെ മാറി ഇവരെല്ലാം നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റ, ബൈ ബൈ, സീ യു.